മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഹിന്ദുക്കൾ വേട്ടയാടലിന് വിധേയമാകുന്നു എന്ന കാര്യം നമുക്ക് ഒരുപാട് വാർത്തകളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെ അറിയാം. ഇപ്പം ബംഗ്ലാദേശിലും സമാനമായ രീതിയിലുള്ളൊരു സംഭവമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അവിടെയുള്ള ബ്രഹ്മചാരി ചിന്മോയ് കൃഷ്ണദാസ് പ്രഭു, അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇസ്കോണിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. അതിലെന്തോ വലിയ അപരാധം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിൽ ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ബംഗ്ലാദേശ് വല്ലാതെ നീറിപ്പുകയുകയാണ്. ഗൗതം പറഞ്ഞതിൽ അവിടെ ഈ മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല, മുസ്ലിം ഭൂരിപക്ഷമായ ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെടുന്നു. ഈ ബംഗ്ലാദേശിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ആൾക്കാരും സമാധാനത്തോടെ ജീവിച്ചു പോയതാണ് കഴിഞ്ഞ കുറേ നാളുകൾ. അവിടെ ശക്തമായ ജനാധിപത്യവും സംവിധാനവും ഒക്കെ ഉണ്ട്. അവരൊരു വളരെ പാവപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ ഒരു ദരിദ്ര രാഷ്ട്രം തന്നെ എന്ന് പറയാം. നമ്മുടെ തൊട്ടയൽവക്കത്താണ്. നമ്മുടെ രാജ്യത്തിന് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ഒരുപാട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ട് എല്ലാം. ഇപ്പോൾ പക്ഷേ അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ നീറിപ്പോഞ്ഞ് ആളിക്കത്തി ആകപ്പാടെ നാശമായി. ഒരു സംവരണം ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അങ്ങ് വഷളാക്കി അവിടെ പട്ടാള അട്ടിമറിയിലൂടെ ഭരണകൂടത്തെ അധികാരഭ്രഷ്ടരാക്കി അധികാരം പിടിച്ചെടുത്ത ഒരു വിഭാഗമാണ് ഈ കുഴപ്പങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, അതിന് ചില വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ വ്യാപകമായിട്ട് വേട്ടയാടുക, അവരെ കൊല്ലുക, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക, അവർ കൂട്ടപ്പലായനത്തിന് വിധേയരായിട്ട് എങ്ങോട്ടെന്നറിഞ്ഞൂടാതെ, കാരണം എങ്ങോട്ട് ചെന്നാലും ഈ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം ഇവരെ ആക്രമിക്കപ്പെടുകയാണ്. അവിടെ പോലീസിനെതിരെയോ നിയമ സംവിധാനത്തിനെതിരെയോ അല്ല അവരുടെ സമരം. അവരുടെ സമരം ഈ പാവങ്ങൾക്ക് നേരെയാണ്, എണ്ണത്തിൽ കുറഞ്ഞ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് അവിടെ ഈ ഭീകരമായ ഇത്രയും അതിക്രമം അരങ്ങേറുന്നത്. എന്തായാലും അവർ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവിടെ ഇസ്കോണിൻ്റെ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം അറിയാമല്ലോ, ആഗോള വ്യാപകമായിട്ട് ഒരുപാട് ആശ്രമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു ഹിന്ദു സന്യാസ ഗ്രൂപ്പാണ് അവർ. ആ ഇസ്കോണിൻ്റെ ഈ ബ്രഹ്മചാരി ചിന്മോയ് കൃഷ്ണദാസ് പ്രഭു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായിട്ടൊരു സമരം തുടങ്ങി. ആ സമരം കുറച്ച് നാളുകളായിട്ട് നടന്നു വരുന്നുണ്ട്, പല സമരങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹം വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സമരത്തെ അടിച്ചമർത്താൻ ബംഗ്ലാദേശ് ഭരണകൂടം ശ്രമിച്ചു, അത് വിജയിച്ചില്ല. അങ്ങനെ അവസാനം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നെ ജയിലിൽ, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല, അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രക്ഷോഭകാരികൾ, ന്യൂനപക്ഷങ്ങളെല്ലാം അവിടെ വ്യാപകമായിട്ട് സംഘടിച്ച് ഈ അറസ്റ്റിനെ തടഞ്ഞു. ആ അറസ്റ്റ് തടഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ആ ജനക്കൂട്ടത്തെ ഒഴിവാക്കാൻ നോക്കും. ലാത്തി ചാർജ് നടന്നു, വലിയ ബഹളമൊക്കെ നടന്നു. പക്ഷേ ഈ ജനങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച വാഹനത്തിൻ്റെ മുന്നിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ കോടതിയിൽ നിന്ന് ഹാജരാക്കി പുറത്തിറക്കി ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഒക്കെ ശ്രമം നടന്നപ്പോഴെല്ലാം അതിഭീകരമായ രീതിയിൽ ജനക്കൂട്ടം പോലീസിന് എതിരെ വലിയൊരു തടസ്സം സൃഷ്ടിച്ചു. പോലീസിന് ഒരു വിധത്തിലും നീങ്ങാൻ പറ്റാതെ ആയപ്പോൾ പോലീസ് ലാത്തിച്ചാർജ് നടത്തി, കണ്ണീർ വാതകം പ്രയോഗിച്ചു, ഒക്കെ ചെയ്തു. ഇതുണ്ടാക്കി കല്ലേറുണ്ടായി. ആ കല്ലേറിൽ ആ കോടതി പരിസരത്തുണ്ടായിരുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, ബംഗ്ലാദേശിലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ തലയിൽ കല്ലുകൊണ്ട് പരിക്കേറ്റു മരിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ പേര് സെയ്ഫുൾ ഇസ്ലാം ആലിഫ്. ഇത് അവിടുത്തെ ചിറ്റഗോങ് മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇദ്ദേഹം മരിച്ചു എന്നാണ് ഒരു പോലീസ് വൃത്തങ്ങൾ, നൂറുൽ അലാം എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ നൽകുന്ന വിവരം. ഇദ്ദേഹത്തിന് തലയ്ക്ക് മാരക പരിക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് വളരെ ഭീകരമായൊരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് ന്യൂനപക്ഷങ്ങൾ, മറുവശത്ത് ഭൂരിപക്ഷം, ഇങ്ങനെ വലിയ രീതിയിൽ അവർ സംഘടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ആക്രമണങ്ങൾ ചിലതൊക്കെ നടക്കുന്നുമുണ്ട്. എന്തായാലും ഈ സന്യാസിയുടെ അറസ്റ്റ്
ബംഗ്ലാദേശ് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഒന്നാമത് ഈ ഇസ്കോൺ എന്ന് പറയുന്നത് ആഗോള വ്യാപകമായിട്ട് റഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലെമ്പാടും ഒക്കെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് അവിടെ എല്ലാം നല്ല സ്വാധീനമുണ്ട്, ഭരണകൂടങ്ങളിൽ നല്ല ബന്ധവുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യയും ഒക്കെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരും. അത് ബംഗ്ലാദേശിന് ദോഷമാണ്. ഇദ്ദേഹം ഈ ബംഗ്ലാദേശ് സമ്മലിത് സനാതൻ ജാഗരൺ ജോഡ് അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതൊരു ഈ എന്താ പറയുക, ഈ പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി, ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ നയിക്കുന്ന സന്യാസിമാരിൽ ഒരാളാണ് ഇദ്ദേഹം, ഈ ബ്രഹ്മചാരി ചിന്മോയ് കൃഷ്ണദാസ് പ്രഭു. അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. അത് വലിയ തോതിൽ ബംഗ്ലാദേശിനെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യവും കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങില്ല എന്ന മട്ടിൽ ന്യൂനപക്ഷങ്ങളും, ആ ന്യൂനപക്ഷങ്ങളുടെ ഈ പോലീസുമായുണ്ടായ സംഘർഷത്തിനിടയ്ക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ കൊല്ലപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ഭൂരിപക്ഷ സമുദായം, ഇങ്ങനെ ബംഗ്ലാദേശ് ആകെ കുളമായിരിക്കുകയാണ്. ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് അവിടുത്തെ ഭരണകൂടത്തിൽ നിന്നല്ല, ഈ ന്യൂനപക്ഷങ്ങളും ഇസ്കോണും ഒക്കെ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണം. ബംഗ്ലാദേശിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണം, ഇന്ത്യ ഇടപെടണം, അദ്ദേഹത്തെ പുറത്തിറക്കണം, അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കണം, ഈ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അവർ കൊള്ളയ്ക്കും കൊലയ്ക്കും വിധേയരാകാതെ, വേട്ടയാടപ്പെടാതെ അവർക്ക് സമാധാനത്തോടെ ബംഗ്ലാദേശിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് ഇന്ത്യ മുൻകൈയെടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമ്മൾ സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊന്നും പ്രതികരണം വന്നില്ലേ? അല്ല, ഈ കാര്യത്തിൽ കൃത്യമായൊരു പ്രതികരണം വന്നിട്ടില്ല. മുൻപ് നമ്മൾ നന്നായിട്ട് പ്രതികരിച്ചു. നമ്മൾ ബംഗ്ലാദേശിലെ നടക്കുന്ന പ്രശ്നങ്ങളെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയും നമ്മുടെ വിദേശകാര്യ വകുപ്പ് നയതന്ത്ര തലത്തിൽ തന്നെ ഇവർക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ നയതന്ത്ര തലത്തിൽ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇടയ്ക്കൊന്ന് ശാന്തമാകും, വീണ്ടും തുടങ്ങും. ആ സമ്മർദ്ദം നമ്മൾ ഉയർത്തുന്ന, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദം, അമേരിക്കയിൽ ഇപ്പോൾ നിയുക്ത പ്രസിഡന്റ് നമ്മുടെ ഇദ്ദേഹം ട്രംപ് വളരെ ശക്തമായിട്ടാണ് ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി വേട്ടയാടപ്പെടുന്നു, ഇത് അനുവദിക്കാൻ പാടില്ല, ബംഗ്ലാദേശ് ഭരണകൂടം ഉടനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നതാണ്. റഷ്യ രംഗത്ത് വന്നതാണ്. പലരും ഈ അവിടെ നടക്കുന്ന അട്രോസിറ്റീസിനെ, ഈ അതിക്രമങ്ങളെ, അതിഭീകരമായ പീഡനങ്ങളെ ഒക്കെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശിൽ സമാധാനം മടങ്ങി വരുന്നില്ല. അതിന് കാരണം ഈ ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിൻ്റെ പുറകിൽ ബംഗ്ലാദേശിന് പുറത്തുള്ള വിദേശികളായ ആൾക്കാരുടെ സംഭാവനയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ സോറോസിനെ പോലെയുള്ള, ഇപ്പോൾ അമേരിക്കയിൽ നിലവിൽ പ്രസിഡൻ്റായിരിക്കുന്ന ജോൺ സോറോസ്, നിലവിൽ പ്രസിഡൻ്റായിരിക്കുന്ന ബൈഡൻ്റെ ഒക്കെ താല്പര്യം ഇതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് നഷ്ടം ബംഗ്ലാദേശിനാണ്. അവരുടെ കയറ്റുമതി, തുണി, വസ്ത്ര വ്യാപാരം വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഗുണമുണ്ടായത് ഇന്ത്യക്കാണ്. നമ്മുടെ GDP അത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. ഇവിടെ നിന്ന് വസ്ത്ര കയറ്റുമതി വളരെയധികം കൂടിയിരിക്കുന്നു, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും. മറ്റത് ബംഗ്ലാദേശിൽ നിന്നാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ബംഗ്ലാദേശിന് വലിയ ദോഷമുണ്ടാക്കും. അവരുടെ സാമ്പത്തിക നില വലിയ പരുങ്ങലിലാവും. വളരെ താമസിയാതെ അവിടെ പട്ടിണിയും പരിവട്ടവുമായിരിക്കും ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നത്. അത് ബംഗ്ലാദേശിൻ്റെ സ്ഥിതി കൂടുതൽ പരിതാപകരമാക്കും. മനുഷ്യജീവിതം ദുസ്സഹമാവും. ബംഗ്ലാദേശ് വലിയ നാശത്തിലേക്ക് പോകാനാണ് ഈ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സഹായിക്കുക. അത് മറികടക്കാൻ, അത് അവിടെ കുഴപ്പങ്ങൾ അടിച്ചമർത്തി അതിനെ ഒതുക്കി സമാധാനം പുനഃസ്ഥാപിച്ച് ന്യൂനപക്ഷങ്ങളെ പുനരധിവസിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനാവൂ.